നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ വീഡിയോ പഴം ഏത് തരത്തിലെ പഴം ആണെങ്കിലും ആയിക്കോട്ടെ, കേടുകൂടാതെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം എന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ മെത്തേഡ് ഇതുപോലെ ഓരോ പഴങ്ങളായിട്ട് എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മ്, ആ തണ്ടിൻ്റെ ഭാഗം ഒരു പ്ലാസ്റ്റിക്, ഞാനിവിടെ ക്ലിംഗ് റാപ്പാണ് ഉപയോഗിക്കുന്നത്. ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. ഫസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചാൽ 3 ആഴ്ച വരെ ഇത് പഴുത്തു പോകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്തത്, ഓരോ പടലകളായിട്ട് എടുത്തിട്ട് 3-4 പഴത്തിൻ്റെ തണ്ട് ഭാഗം ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ 3 ആഴ്ച വരെ പഴുക്കാതെ ഇരിക്കും. നമ്മൾ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ 1 ആഴ്ച വരെ പഴുത്തു പോകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏത് തരത്തിലുള്ള പഴവും, റോബസ്റ്റ ആണെങ്കിലും ബട്ടർ ബനാന ആണെങ്കിലും ഏത്തപ്പഴമാണെങ്കിലും ഏത് തരത്തിലുള്ള പഴവും ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ പഴത്തിൻ്റെ തൊലിക്ക് ചിലപ്പോൾ നിറമാറ്റം വരും. പക്ഷേ അകത്തെ പഴം നമ്മൾ വെച്ച ഇതിൽ തന്നെ ഇരിക്കുകയും ഒത്തിരി പൈസ നമുക്ക് ഇതിൽ നിന്ന് പഴം ചീഞ്ഞു പോകാതെ ലാഭിക്കാനും സാധിക്കും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, മെഴുക് ഉരുക്കി ഇതിൻ്റെ തണ്ട് ഭാഗത്തേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ, പഴങ്ങളിൽ എത്തിലീൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവുണ്ട്. ഈ എത്തിലീൻ ഹോർമോണാണ് പഴങ്ങളെ പഴുപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ പൊതിയുന്നത് കൊണ്ടോ അതുപോലെ തന്നെ മെഴുക് ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ടോ ഏത് മാർഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും എത്തിലീൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കുറയ്ക്കുകയാണ്. അങ്ങനെ സ്ലോ ആയിട്ട് പഴങ്ങൾ പഴുക്കാനായിട്ട് ഇടയാക്കുകയാണ്. ഇതുപോലെ തന്നെ മെഴുക് ഉരുക്കി ആ തണ്ട് ഭാഗം മുഴുവൻ കവർ ചെയ്യുക. മെഴുക് ഉരുക്കി ഇതിലേക്കാണ് ചേർക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഏകദേശം 3 ആഴ്ചയോളം പഴങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും, ഒട്ടും പഴുത്തു പോകാതെ തന്നെ. ഞാൻ ഇങ്ങനെ ഉരുക്കിയതിന് ശേഷം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഒരാഴ്ച വരെ പഴുത്തു പോകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അടുത്ത മെത്തേഡ്, നമ്മളെപ്പോഴും പഴങ്ങൾ സൂക്ഷിക്കുമ്പം ആ പഴത്തിൻ്റെ തണ്ട് ഭാഗം, ഓരോ പഴത്തിൻ്റെയും തണ്ട് ഭാഗം മുകളിലേക്കായിട്ട്, ആ പടലയുടെ ഭാഗം മുകളിലേക്കായിട്ട് സൂക്ഷിക്കുക. അടുത്തത്, തണ്ട് ഭാഗം ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. അതും സെയിം രാസപ്രവർത്തനമാണ് ഇതിൻ്റെയും പുറകിൽ. എപ്പോഴും സൂക്ഷിക്കുമ്പോൾ ആ തണ്ടിൻ്റെ ഭാഗം മുകളിലേക്കാക്കുക. ഇതുപോലെ പണ്ട് കാലത്ത് നമ്മളൊക്കെ ഓരോ കൊലയോടെ ഇതുപോലെ കെട്ടിത്തൂക്കുമായിരുന്നു. അതിന് പകരമായിട്ട് ഓരോ പടലയോടെ കെട്ടിത്തൂക്കുക. അടുത്തത്, പഴുക്കാത്ത ഏതെങ്കിലും പഴത്തിൻ്റെ കൂട്ടത്തിൽ പഴുത്ത പഴവും വെക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ പഴുക്കത്തുള്ളൂ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു പാത്രത്തിലേക്ക് കുറച്ച് മെഴുക് ഉരുകി ഒഴിക്കുക. അതിനുശേഷം ഉരുകി ഒഴിച്ച മെഴുകിലേക്ക് ഈ തണ്ട് ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും 3 ആഴ്ചയോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ പുറത്തെ തൊലി കറുത്തു പോകും, പക്ഷേ അകത്ത് അതുപോലെ അധികം പഴുക്കാതിരിക്കും. പിന്നെ 6 മാസം വരെ പഴം സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പണ്ടൊക്കെ നമ്മുടെ വല്യമ്മച്ചിമാർ ഇങ്ങനെ പ്രത്യേകിച്ചും ഏത്തപ്പഴം ചെയ്തിരുന്നു. ചെറുതായിട്ട് അരിയുക, വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക, എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഞാനിവിടെ ഫുൾ ഉണക്കിയപ്പോഴത്തേക്കും 10 ദിവസത്തോളമായി. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ 5 ദിവസം കൊണ്ട് ഇത് നല്ലതായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ 6 മാസം വരെ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതും കൊണ്ട് നല്ലൊരു സ്നാക്കും ഉണ്ടാക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട്
കുറച്ച് പച്ച തേങ്ങായും കൂടെ ഇട്ട് ഇളക്കി, വേണമെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. അതൊരു നല്ല സ്നാക്കാണ്. ഇവിടെ ഞാൻ ലാസ്റ്റ് ഇതിൽ കാണിക്കുന്നത്, ഞാൻ 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴം ഒന്ന് പൊളിച്ച് കാണിക്കുകയാണ്. അകത്തെ പഴത്തിന് കൂടുതൽ ഒട്ടും പഴുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈൻ തോമസ്.